ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഇൻസ്ട്രക്ഷൻസ്. 50 minutes school of time is allotted for the reading and understanding the activities. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള സമയമാണ്. ആൻസർ ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതണം. ദെൻ ആക്ടിവിറ്റീസ് 1, 2, 3 ആർ കമ്പൾസറി. പ്രവർത്തനം 1, 2, 3 നിർബന്ധമായി ചെയ്യേണ്ടതാണ്. സെലക്ട് എനിവൺ ഫ്രം ആക്ടിവിറ്റി 4 ആൻഡ് 5. ആക്ടിവിറ്റി 4ലും 5ലും 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. ലിസൺ കെയർഫുള്ളി, ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരും. അത് നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ആ സ്റ്റോറി ഉണ്ടാവുക. അപ്പം ടീച്ചർ കഥ പറഞ്ഞു തരുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിക്കുക, എന്നിട്ട് അതിന് ആൻസർ എഴുതാം. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ആക്ടിവിറ്റി 2 ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നല്ല പോലെ വായിച്ചിട്ട് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ്. എല്ലാ എക്സാമിനും ഷുവർ ആയിട്ടും വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് നോക്കാം. ദിൽന ആൻഡ് ഇസാക്ക് വർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദിൽനയും ഇസാക്കും പുറത്ത് സന്തോഷത്തോടെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹോ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്, ദിൽന ഷൗട്ടഡ്. ഓ, എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു, ദിൽന അലറി. ദേ ലുക്ക്ഡ് അണ്ടർ ദ ബെഞ്ച്, നിയർ ദ സ്വിംഗ് ആൻഡ് എവരിവർ, നോ സ്ലിപ്പർ. അവർ ബെഞ്ചിനടിയിലും ഊഞ്ഞാലിനടുത്തും എല്ലായിടത്തും നോക്കി, ചെരുപ്പൊന്നുമില്ല. സഡൻലി ദേ ഹേർഡ് വൂഫ്. ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി. ഇറ്റ് ഹാഡ് ദ സ്ലിപ്പേഴ്സ് ഇൻ ഇസ് മൗത്ത്. പെട്ടെന്ന് അവർ കേട്ടു. വൂഫ് എന്നൊരു ശബ്ദം പെട്ടെന്ന് അവർ കേട്ടു. അത് അയൽക്കാരന്റെ നായക്കുട്ടിയായിരുന്നു. അതിന്റെ വായില് സ്ലിപ്പർ ഉണ്ടായിരുന്നു. കം ഹിയർ പപ്പി, സെഡ് ഇസാക്ക്. ദ പപ്പി റാൻ ടു ദം. ഇറ്റ് ഡ്രോപ്ഡ് ദ സ്ലിപ്പർ ഡൗൺ. ഇങ്ങോട്ട് വാ പപ്പി, ഐസക്ക് പറഞ്ഞു. നായക്കുട്ടി അവരുടെ അടുത്തേക്ക് ഓടി. അത് ആ സ്ലിപ്പർ താഴെ ഇട്ടു. സില്ലി പപ്പി, സെഡ് ദിൽന. They gave it a biscuit. The puppy wagged its tail. Just then it ran off again. അവർ അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്തു. നായക്കുട്ടി വാലാട്ടിക്കൊണ്ട് അത് വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോയി. Where is it going now? asked Isaac. ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഇസാക്ക് ചോദിച്ചു. They followed the puppy. It stopped near a bush. Inside they saw Isaac's toy car. അവർ പപ്പിയെ പിന്തുടർന്നു. അതൊരു കുറ്റിക്കാടിനടുത്ത് ചെത്തിയപ്പോൾ നിന്നു. അപ്പൊ അതിനകത്ത് ഇസാക്കിന്റെ ഒരു ടോയ് കാറ് ഉണ്ടായിരുന്നു. മൈ റെഡ് കാർ, ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക്, സെഡ് ഇസാക്ക്. എന്റെ ചുവന്ന കാറ്, കഴിഞ്ഞ ആഴ്ച ഇത് എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു, സെഡ് ദിൽന. ആ, പപ്പി അത് കണ്ടുപിടിച്ചു, ദിൽന പറഞ്ഞു. മം കെയിം ഔട്ട്. അമ്മ പുറത്തേക്ക് വന്ന് ചോദിച്ചു. വാട്ട് ഹാപ്പൻഡ്? എന്താ പറ്റിയത്? ഐ ഫൈൻഡ് ഔട്ട് മൈ സ്ലിപ്പർ. ഞാൻ എന്റെ സ്ലിപ്പർ കണ്ടുപിടിച്ചു, ദിൽന പറഞ്ഞു. ആൻഡ് മൈ ടോയ് കാർ ടു, സെഡ് ഇസാക്ക്. ഞാൻ എന്റെ കളിപ്പാട്ടവും കണ്ടുപിടിച്ചു എന്ന് ഇസാക്ക് പറഞ്ഞു. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പർ. ഹു ഷൗട്ടഡ് സോ? ഹോ, എന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു. ആരാണ് അങ്ങനെ അലറിയത്? ആൻസർ ഈസ് ദിൽന ഷൗട്ടഡ് സോ. ദിൽനയാണ് അങ്ങനെ അലറിയത്. ദിൽനയുടെ ചെരുപ്പാണ് നഷ്ടപ്പെട്ടത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്? എന്താണ് പപ്പിയുടെ വായിലുള്ളത്? എന്താണ് മക്കളെ വായിലുണ്ടായിരുന്നത്? സ്ലിപ്പർ അല്ലേ? കറക്റ്റ് ആൻസർ ഈസ് ദ പപ്പി ഹാഡ് ദ സ്ലിപ്പർ ഇൻ ഹിസ് മൗത്ത്. ദിൽന ആൻഡ് ഇസ്ഹാക്ക് ഗേവ് ദ പപ്പി എ ഡാഷ്. ഓപ്ഷൻ എ ടോയ്,
ഓപ്ഷൻ ബി ബനാന, ഓപ്ഷൻ സി ബിസ്ക്കറ്റ്, ഓപ്ഷൻ സി ഫ്ലവർ. ദിൽനയും ഇസാക്കും പപ്പിക്ക് നൽകി. എന്താ നൽകിയത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് ആണല്ലേ നൽകിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇസാക്ക് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ. ഏത് കളർ ആയിരുന്നു ഇസാക്കിന്റെ ടോയ് കാറിന്? ഓപ്ഷൻ എ ബ്ലൂ, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി ബ്ലാക്ക്, ഓപ്ഷൻ ഡി വൈറ്റ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റെഡ്. Question number 5. Pick out the word from the story that means young one of dog. കഥയിൽ നിന്നും ഒരു വേർഡ് സെലക്ട് ചെയ്യാനാണ്, എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന്റെ അർത്ഥം? യങ് വൺ ഓഫ് എ ഡോഗ്, ഒരു ചെറിയ നായക്കുട്ടി എന്ന അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ആൻസർ ഈസ് പപ്പി. ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ, സംഭാഷണം. During summer vacation, ദിൽന went to her grandma's house. വേനൽ അവധിക്ക് ദിൽന ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹർ. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. ദിൽനയ്ക്ക് വേണ്ടി മുത്തശ്ശി പായസമൊക്കെ ഉണ്ടാക്കി അവളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കൂ. ഗ്രാൻഡ്മ, ദിൽന കം ഡിയർ. ദിൽന വരൂ. അപ്പൊ ദിൽന എന്താ പറയുന്നേ? ദിൽന, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ മുത്തശ്ശി? അപ്പൊ ഗ്രാൻഡ്മ പറയാണ്, ഗ്രാൻഡ്മ യെസ് ഉണ്ട്. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതും? ഞാൻ ഉണ്ടാക്കി എന്ന് എങ്ങനെ പറയാം മക്കളെ? ഞാൻ ഐ മെയ്ഡ്, ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? പായസം അല്ലേ? നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസം, നിന്റെ പ്രിയപ്പെട്ട പായസം. ഐ മെയ്ഡ് യുവർ ഫേവറേറ്റ് പായസം. ദിൽന, യു നോ ഐ ലൈക്ക് പായസം. മുത്തശ്ശിക്ക് അറിയാമോ എനിക്ക് പായസം ഇഷ്ടമാണ്. ഗ്രാൻഡ്മ, ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. മോളെ ഇത് കഴിക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ദിൽന, എന്താ മക്കളെ അവിടെ കൊടുക്കുക? നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു പായസം തന്നാൽ നമ്മൾ എങ്ങനെയാ അതിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? നല്ല രസമുണ്ട്, നല്ല സ്വാദുണ്ട് എന്ന് പറയൂലേ? ഇങ്ങനെയാ നമ്മളത് ഇംഗ്ലീഷിൽ പറയാ, ഇറ്റ്സ് സോ യമ്മി. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? ഇറ്റ്സ് സോ യമ്മി ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ, ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. ഞാൻ ഇനിയും ഉണ്ടാക്കും എൻ്റെ പ്രിൻസസിന് വേണ്ടിയിട്ട്. അപ്പൊ ദിൽന, വിൽ യു? അപ്പൊ അവിടെ നമ്മൾ എന്താ കൊടുക്കുക? നാളെ ഇനിയും ഇതുപോലെ ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചോദിക്കും നമ്മള്? വിൽ യു മേക്ക് ഇറ്റ് അഗെയിൻ ടുമോറോ. വിൽ യു മേക്ക്, ഉണ്ടാക്കുമോ, ഇനി ഉണ്ടാക്കുമോ, എഗെയിൻ വീണ്ടും, ടുമോറോ നാളെയും ഇതുപോലെ വീണ്ടും ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഗ്രാൻഡ്മ എന്തായിരിക്കും മറുപടി പറയാ? ഓഫ് കോഴ്സ് മൈ ഡിയർ, തീർച്ചയായും ഉണ്ടാക്കും. എനിത്തിങ് ഫോർ യു, നിനക്ക് വേണ്ടി ഞാന് എന്തും ഉണ്ടാക്കും. അപ്പൊ ദിൽന അതിന് എന്ത് പറയണം മറുപടി? ദിൽന, താങ്ക് യു ഗ്രാൻഡ്മ, ഐ ലവ് യു ടു മച്ച്. ആക്ടിവിറ്റി 4A ഡയറി. ഡയറി എഴുതാൻ എക്സാമിന് പ്രധാനമായും ഉണ്ടാകുന്ന മറ്റൊരു പ്രവർത്തനമാണ്. ദിൽന went to see the village sights with her grandma. Grandma took her to nearby paddy fields, ponds and hills. She enjoyed the beauty of the village in the night. Grandma told her many stories. Dilna reached back home after spending holidays with Grandma. She was very much thrilled. She started to writing her experiences in her diary. ദിൽന മുത്തശ്ശിയോടൊപ്പം ഗ്രാമത്തിലേക്ക് പോയി. അവിടെയുള്ള നെൽപ്പാടങ്ങളിലേക്കും കുളത്തിലേക്കും കുന്നുകളിലേക്കും ഗ്രാൻഡ്മ അവളെ കൊണ്ടുപോയി. ഗ്രാമത്തിന്റെ ഭംഗി അവൾ വേണ്ടുവോളം ആസ്വദിച്ചു. രാത്രിയിൽ മുത്തശ്ശി അവൾക്ക് പല കഥകളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുത്തശ്ശിയോടൊപ്പം അവധിക്കാലം ചെലവഴിച്ച ശേഷം ദിൽന വീട്ടിലേക്ക് മടങ്ങി. അവിടെ അവൾ വളരെ വളരെ ത്രില്ലിലായിരുന്നു കഴിച്ചു കൂട്ടിയിരുന്നത്. അവൾ തന്റെ അനുഭവങ്ങൾ, അന്നത്തെ അവളുടെ ആ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. ഹെൽപ്പ് ദിൽന റൈറ്റ് ഹെർ ഡയറി. ദിൽനയെ ഡയറി എഴുതാൻ സഹായിക്കൂ. അപ്പൊ എങ്ങനെയാ മക്കളെ നമ്മൾ ഡയറി എഴുതാം? എന്താ ഡയറിയുടെ ഫോർമാറ്റ്? ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഡേറ്റും ഡേയും എഴുതണം അല്ലെ, തീയതിയും ദിവസവും എഴുതാം. ദെൻ അതിനുശേഷം ഒരു സല്യൂട്ടേഷൻ കൊടുക്കാം, ഡിയർ ഡയറി.
ദെൻ സ്റ്റാർട്ട്സ് വിത്ത് വാട്ട് വി ഫീൽ. നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സന്തോഷാണെങ്കിൽ ഐ ആം റിയലി ഹാപ്പി ടുഡേ. ഇനി സങ്കടമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഐ ആം റിയലി സാഡ് ടുഡേ. അങ്ങനെ പറഞ്ഞു നമുക്ക് എഴുതാം. അപ്പം ദിൽന മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നൊക്കെയാണ് അല്ലെ, തിരിച്ചു വന്നിട്ടാണ് ഡയറി എഴുതുന്നത്. അപ്പൊ അവൾക്ക് സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടാവുക, അത് വെച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പം മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. ഐ ആം റിയലി സാഡ് ടുഡേ. ഞാൻ ഇന്ന് വളരെ സങ്കടത്തിലാണ്. ബിക്കോസ് ഐ കെയിം ബാക്ക് ഫ്രം ഗ്രാൻഡ്മാസ് ഹൗസ്. ഞാൻ എൻ്റെ ഗ്രാൻഡ്മയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ദർ. എനിക്ക് അവിടെ ഒരുപാട് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ത്രില്ലിംഗ് ഒക്കെ എഴുതാൻ പ്രയാസമാണെങ്കിൽ അവിടെ ഫൺ, അതുപോലെ ഗുഡ് എന്നൊക്കെ ചേർക്കാം. ഫൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗുഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രാൻഡ്മാ മെയ്ഡ് ടേസ്റ്റി പായസം ഫോർ മീ. മുത്തശ്ശി എനിക്ക് വേണ്ടി രുചികരമായ പായസം ഉണ്ടാക്കി തന്നു. വി വെന്റ് ടു സീ ദ പാഡി ഫീൽഡ്സ്, പോൺസ് ആൻഡ് ഹിൽസ്. ഞങ്ങൾ നെൽവയലുകളും കുളവും കുന്നുകളും കാണാൻ പോയി. ദ വില്ലേജ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഗ്രാമം വളരെ മനോഹരമാണ്. എനിക്ക് അവിടെ വളരെ ഇഷ്ടപ്പെട്ടു. At night, Grandma told me many nice stories. I enjoyed listening to them. രാത്രിയിൽ മുത്തശ്ശി എനിക്ക് ഒരുപാട് നല്ല കഥകൾ പറഞ്ഞു തന്നു. അവയൊക്കെ കേട്ട് ഞാൻ വളരെയധികം ആസ്വദിച്ചു. ഐ ആം വെരി ഹാപ്പി. ദിസ് വാസ് എ ഗ്രേറ്റ് ഹോളിഡേ. ഐ വിഷ് ഐ കുഡ് സ്റ്റേ ദർ ലോങ്ങർ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതൊരു നല്ല അവധിക്കാലമായിരുന്നു. എനിക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഐ വിൽ വിസിറ്റ് ഗ്രാൻഡ്മ അഗെയിൻ സൂൺ. ഞാൻ എൻ്റെ മുത്തശ്ശിയെ വീണ്ടും കാണാൻ പോകും എന്ന് പറഞ്ഞാണ്ട് ഡയറി എൻഡ് ചെയ്യണോടത്ത് ഒരു സിഗ്നേച്ചറോ ഒരു നെയിമോ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഡയറി കംപ്ലീറ്റ് ആയി. ആക്ടിവിറ്റി 4B ക്വസ്റ്റ്യൻ. നോട്ടീസ് മേക്ക് ചെയ്യാനാണ്. എക്സാമിന് പ്രധാനമായി ഉണ്ടാകുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ്. ഇതിൽ ഫോറിൽ എയോ ബിയോ ചെയ്താൽ മതി കേട്ടോ. The school has decided to conduct a book fair. They invite the municipal chairperson to inaugurate the function. Dilna and her friends have to prepare the notice. Help them prepare the notice. The details are given below. ദിൽനയുടെ സ്കൂളിലെ ഒരു പുസ്തകമേള നടത്താൻ തീരുമാനിച്ചു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അവർ മുനിസിപ്പൽ ചെയർപേഴ്സണെ ക്ഷണിച്ചു. ദിൽനയും കൂട്ടുകാരുമാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്. നോട്ടീസ് തയ്യാറാക്കുവാൻ അവരെ സഹായിക്കുമോ? നോട്ടീസിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം താഴെ നൽകിയിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു നോട്ടീസ് മേക്ക് ചെയ്യാണ് വേണ്ടത്. എന്തൊക്കെ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്? വെന്യൂ, സ്ഥലം, സ്കൂൾ ഓഡിറ്റോറിയം, ഡേറ്റും ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോട്ടീസ് മേക്ക് ചെയ്യേണ്ടത്. അപ്പൊ മക്കളെ, നമുക്കൊരു മോഡൽ ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെയാണ് ഒരു നോട്ടീസിന്റെ സ്ട്രക്ചർ? ഏറ്റവും ടോപ്പിലായിട്ട് സെൻട്രൽ നമ്മൾ എഴുതേണ്ടത് ആരാണോ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അവരാണ്. അപ്പൊ ഇവിടെ സ്കൂളിലല്ലേ നടത്തുന്നത്, അപ്പൊ നെയിം ഓഫ് ദ സ്കൂളിന്റെ പേര് അവിടെ കൊടുക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ സ്കൂളിന്റെ പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് എഴുതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് അവിടെ കൊടുക്കാം. ദെൻ അതിന്റെ താഴെ നോട്ടീസ് എഴുതാം. ദെൻ അത് കഴിഞ്ഞിട്ട് നോട്ടീസ് മേക്ക് ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ ഡേറ്റ് അതിന്റെ താഴെ കൊടുക്കുന്നത് നല്ലതാണ്. ദെൻ ചെറിയൊരു സബ് ഹെഡിങ് കൊടുക്കുക. എന്താണ് ആ ഒരു ഫംഗ്ഷൻ, എന്തിനെ കുറിച്ചുള്ള നോട്ടീസ് ആണ് എന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ബുക്ക് ഫെയർ ആണ്, അപ്പൊ നമ്മൾ ബുക്ക് ഫെയർ എന്ന് കൊടുത്തു. ഇനി ഓണപരിപാടിയുടെ നോട്ടീസാണ് നിങ്ങളോട് എക്സാമിന് തയ്യാറാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണം ഫെസ്റ്റിവൽ സെലിബ്രേഷൻ എന്ന് കൊടുക്കുക. അങ്ങനെ ചെറിയൊരു സബ് ഹെഡിങ് കൊടുക്കുക. നമ്മൾ എങ്ങനെ എഴുതും? അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. ആ ഒരു ലൈന് നിങ്ങൾ നന്നായി അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ആരാണോ നടത്തുന്നത് അവരെയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ സ്കൂൾ ആയതുകൊണ്ട് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. അവർ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനെ? ബുക്ക് ഫെയർ. ഒരു ബുക്ക് ഫെയർ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് നടത്തുന്നത് എന്നാണ് കൊടുക്കേണ്ടത്. എന്നാണ് നടത്തുന്നത്? ഡേറ്റ് നമുക്ക് നോട്ടീസിൽ തന്നിട്ടില്ലേ? 3rd September 2025 അല്ലേ? അപ്പൊ അത് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഓൺ ചേർത്ത് കൊടുക്കുക. ഡേറ്റിന്റെ എല്ലാം തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചേർക്കണം? ഓൺ ചേർക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ ഓൺ 3rd September 2025.
ഇനി ടൈം ആഡ് ചെയ്യണം. എന്താണ് ടൈം ആഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പം 2025 at 10 AM. ദെൻ അത് കഴിഞ്ഞിട്ടോ അത് എവിടെയാ നടക്കുന്നതെന്ന് കൊടുക്കണം. സ്കൂൾ ഓഡിറ്റോറിയത്തിലല്ലേ? ഓഡിറ്റോറിയത്തിൽ എന്ന് വരാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ ആരാണ് ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരാണ്? മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. അപ്പൊ മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിൽ ഇനാഗ്രേറ്റ് ദ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിൽ ഇനാഗ്രേറ്റ് ദ ഫംഗ്ഷൻ. ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈസ് ദ ചീഫ് ഗസ്റ്റ് ഇൻ ദ ഫംഗ്ഷൻ എന്നും കൊടുക്കാം കേട്ടോ. ഇനാഗ്രേറ്റ് എഴുതാൻ പ്രയാസമാണെങ്കിൽ ചീഫ് ഗസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്ന അത് തന്നെ കൊടുത്താലും മതി. പിന്നെ നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾ ആർ വെൽക്കം എന്നോ അല്ലെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ഓൾ ഓഫ് യു ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ലാസ്റ്റ് ആരാണോ കൺവീനറെ പേരും കൺവീനർ എന്നും കൂടെ കൊടുത്താൽ നമ്മുടെ നോട്ടീസ് റെഡിയായി. ആക്ടിവിറ്റി 5 ഡിസ്ക്രൈബ് ദ ഇവന്റ്സ്. Look at the picture. The major events of a story are given. Describe the events in your own words. അപ്പൊ താഴെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതൊരു കഥയുടെ ഭാഗമാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താ മക്കളെ കാണുന്നത്? ഒരമ്മയും ഒരു മോളും ബൈക്കിൽ പോകുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ കൊടുക്കാം? എ മദർ ആൻഡ് ഹെർ ഡോട്ടർ ആർ റൈഡിങ് എ സ്കൂട്ടർ ഓൺ ദ റോഡ്. ആ കുട്ടി എവിടെയാ ഇരിക്കുന്നത്? ദ ഡോട്ടർ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ഹെർ മദർ. അവളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഹോൾഡിംഗ് ഹെർ സ്കൂൾ ബാഗ്. അപ്പൊ ഇത്രയും നമ്മൾ ആ ചിത്രത്തെ ഡിസ്ക്രൈബ് ചെയ്തു. സെക്കൻഡ് പിക്ചറിലോ അവരൊരു കുട്ടി വീഴുന്നത് കണ്ടു അല്ലെ? ബൈക്കിൽ നിന്ന് വീഴുന്നതാണ് കണ്ടത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതും? ദേ സീ എ ബോയ് ഫാളിംഗ് ഓഫ് എ സൈക്കിൾ. The mother stops the scooter quickly to help them. അമ്മ അവിടെ വേഗം വണ്ടി നിർത്തിയിട്ട് അവന് ഹെൽപ്പ് വേണ്ടിയിട്ട് വണ്ടി നിർത്തി. തേർഡ് പിക്ചറിലോ the mother and the girl run to the boy. അമ്മയും കുഞ്ഞും എന്ത് ചെയ്തു? ആ ആൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. The mother checks on him while the girl looks worried. അമ്മ ആ കുട്ടിയെ ചെക്ക് ചെയ്തു. ആ സമയത്ത് ഗേൾ എങ്ങനെ ഇരിക്കുന്നത്? വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ? ലാസ്റ്റ് പിക്ചറിലോ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ സ്ട്രക്ചറിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയും മോളും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പിക്ചർ ആണ് അല്ലെ? എങ്ങനെ എഴുതും? ആൻ ആംബുലൻസ് അറൈവ്സ്. ദ ബോയ് ഈസ് ടേക്കൺ ഓൺ സ്ട്രക്ചർ ഫോർ ട്രീറ്റ്മെന്റ്. ദ മദർ ആൻഡ് ഗേൾ വാച്ച് വിത്ത് കെയർ ആൻഡ് കൺസേൺ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഒക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5B, വേർഡ് പസിൽ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദ ഹിൻസ് ഗിവൺ ബിലോ. 1 ഈസ് ഡൺ ഫോർ യു. നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. എമർജൻസി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺ, താഴേക്ക് ആണ് കൊടുക്കേണ്ടത്. നമ്പറിനനുസരിച്ച് താഴെ കോളങ്ങളിലേക്കാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, പീപ്പിൾ ഹു ഫൈറ്റ് ഫയർസ്. തീയുമായി പോരാടുന്ന ആളുകൾക്ക് നമ്മൾ എന്താ പറയാ? ഫയർമാൻ. അപ്പൊ താഴേക്ക് ഫയർമാൻ എന്ന് എഴുതാം. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫെയർലെസ്. ഒരു ക്വാളിറ്റിയാണ്, സ്വഭാവമാണ്. ഓഫ് ബീയിങ് ഫിയർലെസ്, ഭയമില്ലാതാവുക. ഭയമില്ലാത്ത ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? ബ്രൈവറി, ധൈര്യം അല്ലേ? Then to ask humbly for something. താഴ്മയോടെ എന്തെങ്കിലും ചോദിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ബഗ്. Then 5 to comfort someone. ഒരാളെ ആശ്വസിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ഇംഗ്ലീഷിൽ പറയാ? കൺസോൾ. ഓക്കെ. ദെൻ അക്രോസ്. ക്രോസ് ആയിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക? അൻ അർജന്റ് സിറ്റുവേഷൻ. ഒരു അടിയന്തര സാഹചര്യത്തിന് നമ്മൾ എന്താ പറയാ? എമർജൻസി. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ദെൻ 6 വരുന്നതോ ഇൻ എ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിക്ക് നമ്മൾ എന്താ പറയാ? എബ്രോഡ് അല്ലെ? ഒരു വിദേശ രാജ്യങ്ങൾക്ക് നമ്മൾ എന്താ പറയാ? എബ്രോഡ്. അപ്പൊ അത് താഴേക്ക് 6 എന്നുള്ളതിനെ ക്രോസ് ആയിട്ട് എഴുതി കൊടുക്കുക, എബ്രോഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നിങ്ങൾക്ക്
മാത്സ് എക്സാം ആണുള്ളത്. അപ്പോൾ മാത്സിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ട്, മാത്സിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ട് വീണ്ടും വരാം.